നമ്മുടെ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ശർക്കര ഉപ്പേരി. അപ്പോൾ അത് ഓണസദ്യയിൽ മാത്രമല്ല, എല്ലാവർക്കും എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഈ ശർക്കര ഉപ്പേരി. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന്. അപ്പോൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ഈ ശർക്കര ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ നേന്ത്രക്കായ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഒന്നിങ്ങനെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തൊലി നല്ല വൃത്തിയിൽ കളഞ്ഞെടുക്കണം. ഇപ്പോൾ ചിലതിങ്ങനെ കത്തി കൊണ്ടൊന്ന് കീറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നേന്ത്രക്കായ നല്ല വിളഞ്ഞ കായായിരിക്കണം, എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് നേന്ത്രക്കായ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഞാനത് നല്ല തുണി കൊണ്ടൊന്ന് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരേ തിക്നെസ്സുള്ള കഷ്ണങ്ങളായിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നേന്ത്രക്കായ 2ആയി കീറിയിട്ട് 1/2 ഇഞ്ച് കനത്തിൽ ഉള്ള കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഏകദേശം ഇത്ര തിക്കായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലേ നമ്മുടെ ഇത് ശർക്കര ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരേപോലെയുള്ള കഷ്ണങ്ങളായിരിക്കണം, ഒരേ കനത്തിലായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ വേവിക്കുമ്പോഴും നമുക്കത് വറുത്തെടുക്കുമ്പോഴും ഒരേ തിക്കാവുമ്പോഴേ ഒരേ വേവിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ കായെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ചിലത് നുറുക്കിയത് ഇതൊക്കെ ഒന്ന് നമുക്ക് കൈകൊണ്ടൊന്ന് അടർത്തി ഇത് ഒട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട്. അതിൽ കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നന്നായി ചൂടായി അതിന് ആവി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രക്കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ നേന്ത്രക്കായ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് സമയം എടുത്തിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നേന്ത്രക്കായ വറുക്കുന്ന സമയത്താണ്. നേന്ത്രക്കായ വറുക്കുന്ന സമയത്ത് അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കണം. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം മാത്രം ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളത് കടിക്കുമ്പോൾ ഉൾഭാഗമൊക്കെ ഒന്നും ക്രിസ്പി ആവില്ല. അപ്പോൾ നമ്മൾ ഈ വറുക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് വറുത്തെടുക്കണം. നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പം നമ്മളിത് കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്സിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം. മൊരിച്ചിട്ടതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ, എന്നാലേ ഇതിന് അത്ര ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ചിപ്സിനേക്കാളും കുറച്ചുകൂടെ മൊരിഞ്ഞ ഒരു സ്റ്റേജാണ് ഇതിൻ്റെത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ഒരു സെറ്റ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രക്കായയും കൂടെ ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1.5 കിലോ നേന്ത്രക്കായ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്രയും സമയം എടുത്തിട്ട് ഏകദേശം
ലോ ഫ്ലെയിമിലിട്ടും പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും അതങ്ങനെ വറുത്തെടുക്കണം. നന്നായി മൊരിഞ്ഞതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം അതേപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിന് ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 1.5 കിലോ നേന്ത്രക്കായയിലേക്ക് 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ശർക്കരയിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര നന്നായി അലിഞ്ഞ് വന്നതിന് ശേഷം അത് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് ഈ ശർക്കര പാനി. അപ്പോൾ ഇങ്ങനെ ചൂട് കട്ടിയുള്ള പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലത്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള ചൂട് കട്ടിയുള്ള പാത്രം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ മരത്തിൻ്റെ ഇതുപോലുള്ള ചട്ടുകാണെങ്കിലാണ് ഇത് ഇളക്കിയെടുക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഇങ്ങനത്തെ തവി എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു നൂൽപ്പരുവമായിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജാണ് നൂൽപ്പരുവം. അപ്പോൾ നൂൽപ്പരുവത്തിനേക്കാളും കുറച്ചുകൂടെ സമയം ഇരിക്കണം, എന്നാലേ അത് പാകമായി വരുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ഇത് കട്ടിയായിട്ട് വരണം. അപ്പോൾ നന്നായി ഏകദേശം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ നേന്ത്രക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉരുളിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പാത്രം മറിഞ്ഞു പോകുന്നില്ല. അത് നല്ല കനമുള്ളതുകൊണ്ട് അത് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ ശർക്കരപ്പേരിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ചുക്കാണ്. ചുക്കിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ചുക്കുപൊടി 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തു. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ ഏലക്കായ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അത് 1 ടീസ്പൂൺ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കായ ഉണ്ടാവുള്ളൂ. ബാക്കി അത് നന്നായി പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചു. അപ്പോൾ 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടെ അതിൽ ചേർത്തു. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് നമ്മുടെ ശർക്കരപ്പേരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണ വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരണ വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയി വന്നു. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതും കൂടെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയാൽ മതി. അപ്പം നമ്മുടെ ശർക്കരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിനുള്ള ശർക്കരപ്പേരിയാണ്, അത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ശർക്കരപ്പേരി, ഇത്ര ക്രിസ്പി ആയിട്ടുള്ള ശർക്കരപ്പേരി തയ്യാറാക്കിയെടുക്കാം.